നഗരത്തിലെ ഗതാഗതക്കുരുക്കിനും കാൽനടയാത്രക്കാരുടെ ദുരിതത്തിനും പരിഹാരമായി നഗരസഭ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ക്ലീൻ മാവേലിക്കര പദ്ധതി ഒരു വശത്ത് വലിയ വിജയമാകുമ്പോഴും മറുവശത്ത് ശക്തമായ പ്രതിഷേധങ്ങൾക്കും നിയമവിവാദങ്ങൾക്കും വഴിവെക്കുന്നു. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനും അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും കഴിഞ്ഞതോടെ നഗരത്തിൽ യാത്ര ഇപ്പോൾ ഏറെക്കുറെ സുഗമമാണ്. പൊതുജനങ്ങളിൽ നിന്ന് പദ്ധതിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിലും ഒഴിപ്പിക്കൽ നടപടികളിലെ അതിക്രമം നഗരസഭയെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കുകയാണ്. വർഷങ്ങളായി മാവേലിക്കര നഗരം നേരിട്ടിരുന്ന പ്രധാന പ്രശ്നമായിരുന്നു വഴിയോര കച്ചവടങ്ങൾ മൂലമുള്ള കടുത്ത ഗതാഗതക്കുരുക്ക്. അനധികൃതമായി പാതയോരങ്ങൾ കയ്യേറിയത് മൂലം കാൽനടയാത്ര പോലും ദുഷ്കരമായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ ക്ലീൻ മാവേലിക്കര യാഥാർത്ഥ്യമായതോടെ റോഡുകൾക്ക് വീതി കൂടുകയും വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നഗരത്തിന് കൈവന്ന ഈ പുതിയ മാറ്റത്തെ ഭൂരിഭാഗം ജനങ്ങളും സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പദ്ധതിയുടെ മറവിൽ വൻതോതിലുള്ള പീഡനമാണ് നടക്കുന്നതെന്നാണ് വ്യാപാരികളുടെയും ഒരു വിഭാഗം ജനങ്ങളുടെയും ആക്ഷേപം. ചില കൗൺസിലർമാരുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനായി ഈ പദ്ധതിയെ ആയുധമാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നു കഴിഞ്ഞു. വടക്കോട്ട് നീ കാണുന്നതിൻ്റെ വെയിറ്റുകൾ കടയാണ്. വെയിറ്റുകൾ ഫ്രണ്ടില്ല, കൊട്ടയ്ക്കകത്തും കൂടയ്ക്കകത്തും കുറേ വെയിറ്റുകൾ കൊണ്ട് വെളിയിൽ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി ഒരു പല പ്രാവശ്യം ഞാൻ വന്നു. അതിന് ഞാൻ എൻ്റെ മാത്രം എടുക്കാൻ വന്നതിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം കൊണ്ട് എന്നെ എടുക്കാൻ വേണ്ടി ഞാൻ റൈഫിളിൽ നിന്ന് ഒരു ഓർഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും എടുക്കുന്ന സമയത്ത് നമ്മുടെ എടുത്ത് മാറ്റാമെന്നും പറഞ്ഞു. നമ്മുടെ മാത്രമാണ് ഇതെടുത്ത് എല്ലാവരും ഇറക്കി വെളിയിലോട്ട് വെച്ചാണ് കച്ചവടം ചെയ്യുന്നത്. വെയിറ്റുകൾ കടയാണ് എൻ്റെ. എന്നോടുള്ള വ്യക്തിപരമാക്കി കൊണ്ട് മാത്രമാണ് ഒന്ന് രണ്ട് കൗൺസിലർമാർ ചെയ്യുന്ന പരിപാടിയാണിത്. കൃത്യമായ ലൈസൻസോടും നിയമപരമായും കച്ചവടം നടത്തുന്നവരെ പോലും മനഃപൂർവ്വം ദ്രോഹിക്കുന്ന രീതിയിലാണ് അധികൃതർ പെരുമാറുന്നത്. എന്റെ പേര് കണ്ണൻ, സത്രത്തിന്റെ ഉടമയാണ്. കാണ്ട് പൊളിക്കുന്നുണ്ട്, വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വെള്ളം വരുന്നില്ല. ഇവിടെ വെള്ളം വരുന്ന അരീക്ഷണയിൽ നിന്നാണ് വരുന്നത് വെള്ളം. അത് നോക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കാർക്കും ഇവിടുത്തെ കൗൺസിലർമാർക്കും ധൈര്യമില്ല. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളാണ്. അവിടെ പോയി നോക്കാൻ പറ, അവരോട് വെള്ളം കിട്ടുന്ന അറിയാൻ പറ്റും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം നിങ്ങൾ കണ്ടോ വെള്ളം വരുന്നത്? അപ്പൊ അത് പോയി നോക്കുക. അവരോട് വേറെ അരീക്ഷണയിൽ നിന്നാണ് വെള്ളം വരുന്നത്. നോക്കി ബുൾഡോസറായിട്ട് വന്നിരിക്കുന്നു, കുത്തിപ്പൊളിച്ചേക്കുന്നു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ സ്റ്റേ ഓർഡർ സമ്പാദിച്ച കച്ചവടക്കാരെ പോലും അത് വകവെക്കാതെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചു എന്ന പരാതി നഗരസഭയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന നഗരസഭയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വ്യാപാരികൾ. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനോട് എതിർപ്പില്ലെന്നും എന്നാൽ അതിന്റെ പേരിൽ ചെറുകിട വഴിയോര കച്ചവടക്കാരുടെ ഉപജീവനമാർഗം പൂർണ്ണമായി തകർക്കുന്ന നടപടി അംഗീകരിക്കില്ലെന്നുമാണ് സമരക്കാരുടെ നിലപാട്. പുനരധിവാസ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കാതെ ഏകപക്ഷീയമായി നടത്തുന്ന ഇത്തരം ഒഴിപ്പിക്കലുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കാനാണ് വ്യാപാരി വ്യവസായി സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ വിഷയം മാവേലിക്കര നഗരസഭയ്ക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറുമെന്നുറപ്പാണ്. നഗര ശുചീകരണവും വികസനവും അനിവാര്യമാണെങ്കിലും അത് സാധാരണക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാകരുത് എന്ന പൊതുവികാരമാണ് ഇപ്പോൾ മാവേലിക്കരയിൽ ഉയർന്നു വരുന്നത്.